മർക്കോസ് 10:48. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. കുരുടനായ ബർത്തിമായി എന്ന ഭിക്ഷക്കാരൻ, വഴിയരികെ ഇരിക്കുന്നവൻ, വഴിപോക്കരുടെ സഹായത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി, ലോകത്തിൻ്റെ സൗന്ദര്യം കാണുവാൻ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി. എന്നാൽ തൻ്റെ അന്തരാത്മാവിൽ യേശു എന്ന രക്ഷകനെ കണ്ടു. തന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയുമെന്നും യേശുവിന് അസാധ്യമായി ഒന്നുമില്ല എന്നും ആന്തരിക കണ്ണുകൾ കൊണ്ട് കണ്ട് വിശ്വസിച്ച ഒരു കുരുടനായ മനുഷ്യൻ യേശു പോകുന്നതറിഞ്ഞ് തൻ്റെ വിടുതലിനായി നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചു. പക്ഷേ തൻ്റെ നിലവിളി അവൻ നിർത്തിയില്ല. എതിർപ്പുകൾ കൂടുന്നതനുസരിച്ച് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു ആ നിലവിളിയുടെ മുൻപിൽ നിന്നു. അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചവരോട് തന്നെ യേശു അവനെ വിളിക്കുവാൻ പറഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കി. യേശു അവൻ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചോ, കർത്താവ് അത് ചെയ്തു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും വെളിച്ചം കാണാനുള്ള എത്രയോ വിഷയങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നു. നാളുകളായി നിലവിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതിരിക്കുകയാവാം. മറുപടിയുമായി കർത്താവ് പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. ആരൊക്കെ നമ്മെ നിരുത്സാഹപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മുടെ വിശ്വാസത്തെ ബലഹീനപ്പെടുത്തുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ നമ്മുടെ വിടുതലിന് തടസ്സം നിന്നാലും കർത്താവിൻ്റെ സമയത്തെ ആർക്കും തിരുത്തുവാൻ സാധിക്കുകയില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, കണ്ണുനീർ കാണുന്നുണ്ട്. നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ കർത്താവ് നിൽക്കുക തന്നെ ചെയ്യും. മത്തായി 7:7-8 വാക്യങ്ങളിൽ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ കണ്ണുനീരോടെയുള്ള മുട്ടലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പന് മനസ്സലിവില്ലാതിരിക്കുമോ? ഒരിക്കലുമില്ല. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാതിരിക്കുമോ? തീർച്ചയായും തരും. മടുത്തു പോകാതെ നമുക്ക് ഏറ്റവും അധികം ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമെന്നുള്ളതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.